ക്ഷമ, ആർജവം, ദയ, തോഷം, പിന്നെ സത്യം വേണം. കാലത്രയേപി തിഷ്ഠതീതി സത്. സത്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നും അർത്ഥം വരും. സത് സത്യം ധീയതേ ഇതി ശ്രദ്ധ. സത്യമാണ് ശ്രദ്ധ. 3 കാലത്തിലുമുള്ളതാണ് സത്യം. അത് ജീവനാണ്. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഇന്ദ്രിയത്തിൻ്റെയാണ്. എന്ത് ആരോട് പറയുമ്പോഴും ഞാൻ സത്യമാണ് പറഞ്ഞതെന്ന് പറയുന്ന ചില പുളവന്മാരുണ്ട്. അത് അസത്യമാണ്. മനസ്സിലായില്ല? അവൻ കാണിച്ചതാ ഞാൻ പറഞ്ഞത്. അവൻ കാണിച്ചതല്ല സത്യം, അവനാണ് സത്യം. മനസ്സിലായില്ല? അവൻ കാണിച്ചതൊക്കെ താൽക്കാലികമാണ്. അതിൻ്റെ ലജ്ജയും വേദനയും ഇന്ന് അവൻ അനുഭവിക്കുന്നുണ്ട്. ഇനി പിന്നെ കാണിച്ചത് നീയും കൂടെ പറയേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നില്ല? അത് പിടികിട്ടിയില്ല. അവനിലെ ഞാൻ എന്ന ചിരന്തനമായ സത്യം ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമുള്ളതാണ്. അവൻ സത്യവും അവൻ കാണിച്ചത് ഇന്ദ്രിയങ്ങളുടേത് താൽക്കാലികവുമാണ്. മനസ്സിലായില്ല? സത്യം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആ ജീവന് ഹിതകരമായി വേണം പറയാൻ. ഹിതമാണ് സത്യം ജനകൻ, ഹിതമാണ് സത്യം വ്യാസൻ. മഹാഭാരതം മുഴുവൻ സത്യത്തിൻ്റെ നിർവചനം ഹിതമെന്നാണ്. ഹിതം പ്രിയമല്ല. ആ ജീവന് ഹിതകരമായി പറയണം. ജീവന് പ്രിയങ്കരമായല്ല. അവൻ്റെ നിലനിൽപ്പിന് ഭംഗം വരുത്തുന്നതൊന്നും പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ. എഴുതിവെച്ച നിയമങ്ങളും നീതികളും ഹിതത്തെ അവലംബിച്ച് മാത്രമേ വ്യാഖ്യാനിക്കാവൂ. എൻ്റെ ഒരു വാക്ക് അവൻ്റെ ഇന്ദ്രിയങ്ങൾ ചെയ്തതാണ് സത്യമാണെങ്കിലും എൻ്റെ വാക്കിൻ്റെ വേദനയിലാണ് അവൻ ആത്മഹത്യ ചെയ്തതെങ്കിൽ സത്യം എന്നെ ആനന്ദിപ്പിക്കില്ല. മനസ്സിലായില്ല? സത്യം എന്നെ ദുഃഖിപ്പിക്കും. സത്യം ഒരിക്കലും ആരെയും ദുഃഖിപ്പിക്കില്ല. ഈ സത്യം എന്നെ ദുഃഖിപ്പിക്കുന്നു, അതുകൊണ്ട് ഇത് സത്യമല്ല. ഞാൻ സത്യവാനാണ്, ഞാൻ സത്യമേ പറഞ്ഞുള്ളൂ, ഞാൻ കണ്ടതാ പറഞ്ഞത്. നല്ല കുടുംബം, നല്ല അച്ഛൻ, നല്ല അമ്മ, നല്ല മക്കൾ, നല്ല സ്നേഹത്തോടെയുള്ള ജീവിതത്തിനിടയ്ക്ക് അതിലെ ഒരു കുട്ടി നടന്നു പോകുന്ന വഴിക്ക് ഏതോ കൈക്കുറ്റപ്പാടുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അത് ആ കുട്ടിയുടെ നിലനിൽപ്പിനെ നോക്കാതെ ആളുകളോട് പറഞ്ഞു, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ആ പെട്ടെന്നുണ്ടായ വൈകാരിക തലത്തിൽ ചെയ്തതുപോലൊരു വൈകാരിക തലത്തിൽ അവൾ ജീവൻ ഒടുക്കിയാൽ മനസ്സിലായില്ല? സത്യം എന്നെ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ്. സത്യം ദുഃഖിപ്പിക്കുന്നതല്ല, സത്യം ആനന്ദിപ്പിക്കുന്നതാണ്. എന്താണ് സത്യം? അവൾ ചെയ്തതും അവൾ കാട്ടിക്കൂട്ടിയതും ഇന്ദ്രിയങ്ങളുടേതാണ്. അതവളുടെ താൽക്കാലിക മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. അവൾ എന്നത് സത്യമാണ്. ആ നിലനിൽപ്പാണ് സത്യമെങ്കിൽ ആ തെറ്റവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അത് അവൾക്ക് ദോഷം വരാത്ത വിധത്തിൽ മാറ്റിക്കൊടുക്കുകയും, മനസ്സിലായില്ല? അവളെ നിലനിർത്തുകയും ചെയ്യുന്നത് സത്യം. സത്യത്തിന് ഇതാ നിർവചനം. അല്ലാതെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും അറിഞ്ഞതും ഒന്നും സത്യമല്ല. ഞാൻ പഠിപ്പിക്കുമ്പം നിങ്ങൾ പഠിച്ചതുമായിട്ട് ഒരുപാട് ദൂരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമല്ല, എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം സത്യമല്ല, ഞാൻ തൊട്ടറിയുന്നതും സത്യമല്ല. സത്യം ഞാനാണ്. പൗരാണികർക്ക് ഈ നിർബന്ധം ഉണ്ടായിരുന്നു. പത്രക്കാരുടെ സത്യവും മാധ്യമങ്ങളുടെ സത്യവും TV മുതലായ എല്ലാം ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൻ്റെ സത്യമാണ്. Am I right? ശരിയല്ല?
സത്യം അതല്ല. അതിന്ന് കാണുന്നതല്ല നാളെ. ഞാനൊന്ന് ചെയ്തിട്ട് 4 പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നത് പോലും ഞാനന്ന് ചെയ്തത് എനിക്കിന്ന് ഇഷ്ടപ്പെടാത്തതാണെന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല? ചെയ്തപ്പോൾ ഞാൻ ചെയ്തു, പക്ഷെ ചെയ്തു എന്ന് ആരും അറിയരുതേ എന്ന് വിചാരിക്കുന്നത് ചെയ്യാൻ കൊള്ളാത്തതായതുകൊണ്ടാണ്. മനസ്സിലായില്ല? അത് ചെയ്യാൻ കൊള്ളാത്തതാണ് എന്ന എൻ്റെ ഉള്ളിലെ ബോധമാണ് ഞാൻ ചെയ്തില്ല എന്ന് തർക്കിക്കുന്നതെന്നറിഞ്ഞ് നീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ സമാധാനിപ്പിക്കുകയും അല്പം കഴിഞ്ഞ് മാറ്റി നിൻ്റെ ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൽ ചെയ്തതാണ് ശാന്തി വരുമ്പം, പക്ഷെ നീ ഇപ്പോൾ അത് ഭയപ്പെടുന്നു, പക്ഷെ നീ ഇനിയും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, കാരണം നിൻ്റെ ബോധത്തിൽ നിന്ന് അത് പോകാത്തതുകൊണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് ശരിയായ വിദ്യാഭ്യാസം. അല്ലാതെ അച്ഛനും മക്കളും ഒക്കെ കൂടി അത് ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു പത്രസമ്മേളനം വിളിക്കുകയല്ല, മറിച്ച് ചെയ്തത് തെറ്റായിരുന്നു, അത് അബദ്ധമായിരുന്നു, അത് സത്യം. സത്യമാണ് ആത്മവിദ്യയിലേക്ക് കയറാനുള്ള പടിവാതിൽ. ആത്മാവിൻ്റെ ലോകങ്ങളിലേക്ക് സത്യമില്ലാതെ കടന്നു ചെല്ലാൻ പറ്റില്ല. മതങ്ങൾക്കൊരിക്കലും ആത്മാവിനെ അറിയിക്കാൻ ആവുകയുമില്ല ഇതുകൊണ്ട്. കാരണം മതങ്ങൾ സത്യമൊരിക്കലും പറയില്ല. മനസ്സിലായില്ല? നിങ്ങൾ സംഘടിതമായി മതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എതിരാളിയെ തോൽപ്പിക്കുവാൻ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകളും കള്ളങ്ങളുമാണ് മതത്തിൻ്റെ നിലനിൽപ്പ്. ശരിയല്ല? ലോകത്തിന്നോളമുണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളുടെയും അസ്ഥിവാരം അസത്യത്തിലും ശത്രുതയിലുമാണ്. അതുകൊണ്ട് ഒരു മതവും നിങ്ങളെ ആത്മാവിലേക്ക് അടുപ്പിക്കില്ല. നിങ്ങൾ ഒരിക്കൽ അതിൻ്റെ അനുയായി ആയാൽ അച്ചടക്കമെന്ന പേരിൽ കള്ളം പറയാൻ ബാധ്യസ്ഥരുമാണ്.